വർക്കല എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക പാപനാശം ബീച്ചും തിരക്കേറിയ ഷോപ്പിംഗ് സ്ട്രീറ്റും ഹെലിപ്പാഡുമൊക്കെയുള്ള നോർത്ത് ക്ലിഫ് അല്ലേ? എന്നാൽ ഈ തിരക്കുകളിൽ നിന്നൊക്കെ മാറി പ്രൈവസിയുള്ള മനോഹരമായ ബീച്ചുകളും പീസ്ഫുള്ളായ ഒരു സ്റ്റേയുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നേരെ വർക്കലയുടെ സൗത്ത് ക്ലിഫിലേക്ക് വന്നോളൂ. വിശാലമായ സ്വിമ്മിംഗ് പൂളും സ്വന്തമായ ഒരു ബീച്ചും മനോഹരമായ സൺസെറ്റ് വ്യൂവും ഒക്കെയുള്ള ഒരു കിടിലം റിസോർട്ട് ഉണ്ട് ഇവിടെ. സൗത്ത് ക്ലിഫിലുള്ള സ്കൈലാർ സീ വ്യൂ റിസോർട്ടാണത്. കടൽ നിരപ്പിൽ നിന്നും 75 അടിയോളം ഉയരമുള്ള ഹിൽ ടോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഈ റിസോർട്ടിൽ നിന്ന് നോക്കിയാൽ കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വർക്കലയുടെ ആകാശ കാഴ്ചകളാണ് നമുക്ക് കാണാനാകുക. പാപനാശം മുതൽ കാപ്പിൽ വരെ നീണ്ടുകിടക്കുന്ന വർക്കലയിലെ മനോഹരമായ കടൽത്തീരങ്ങളിലേതും ഈ റിസോർട്ടിൽ നിന്ന് നമുക്ക് ഈസിയായി പോയി വരാനാകും. വർക്കലയിലെ ബീച്ചുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്നതും ഇടവ ബീച്ചും ബ്ലാക്ക് സാൻഡ് ബീച്ചുമാണ്. ഇടവ ബീച്ചിൽ അതിരാവിലെ വന്നാൽ ആളുകൾ സർഫിംഗ് ചെയ്ത് പഠിക്കുന്നതും മറ്റ് ബീച്ച് ഗെയിംസ് ഒക്കെ കളിക്കുന്നതും തനി നാടൻ കടപ്പുറം കാഴ്ചകളും ഒക്കെ കാണാനാകും. ഞങ്ങൾ പോയ ദിവസം ആക്ടർ സുദേവ് നായറിനെ യാദൃശ്യമായി അവിടെ വെച്ച് പരിചയപ്പെട്ടു. പുള്ളി വർക്കലയോടുള്ള ഇഷ്ടം കൊണ്ട് ഫാമിലിയായി ഇവിടെ സെറ്റിൽഡ് ആണ്. ബീച്ചിലൊക്കെ ഇറങ്ങി കുളിച്ചതിന്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് മാറി ഒന്ന് റിഫ്രഷ് ആവാൻ ഇതുപോലെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു നല്ല സ്വിമ്മിംഗ് പൂള് നമ്മൾ സെലക്ട് ചെയ്യുന്ന റിസോർട്ടിൽ അത്യാവശ്യമാണ്. മിക്കവാറും ഈ പക്ക സീ ഫേസിംഗ് ആയ റിസോർട്ടിലൊക്കെ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ ആ ഒരു ലൊക്കേഷന് വേണ്ടി ലക്ഷറിയിലും കംഫർട്ടിലും ഒക്കെ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ റിസോർട്ട് ലൊക്കേഷനും ലക്ഷറിയും കംഫർട്ടും എല്ലാം ചേർന്ന് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. ഞാൻ ഈ റിസോർട്ടിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വർക്കലയിൽ പ്രൈവസിയുള്ള പീസ്ഫുൾ ആയ ഒരു സ്റ്റേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും സെലക്ട് ചെയ്യാവുന്ന ഒരു റിസോർട്ടാണ്.